അല്ല പിള്ളേരെ വണ്ടികൾ വാങ്ങിച്ചിട്ട് കറങ്ങിക്കോളൂ. വല്ല പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ നന്നായി കൊടുക്കൂ. അത് പിള്ളേരെ അളിയന്റെ കാര്യം നോക്കളിയാ. അത് തന്നെ എത്ര നാളോട്ട് പറയും ഒരു വണ്ടി വാങ്ങാൻ. ഉഗ്രം വണ്ടി വാങ്ങിക്കുന്നു പണ്ട്. ഉഗ്രം വണ്ടി അല്ല, ഒന്നൊന്നര പാട്ട വണ്ടി. അതിന്റെ ഇടയിൽ ഒരു കാറ് മേടിക്കാൻ ചർച്ച നടത്തി. അത് അന്ന് പെയ്ത മഴയെല്ലാം കൊലിച്ച് പോവുകയും ചെയ്യും. ഇത്രയും കാലമായി പിള്ളേരുടെ ആഗ്രഹം വല്ല അളിയൻ സാധിച്ചു കൊടുത്തിട്ടുണ്ടാ? നാളെ നല്ലൊരു വണ്ടി വാങ്ങിച്ചെന്ന കാര്യം പറയാൻ അച്ഛൻ എല്ലാവരും മുമ്പ് നാണം കെടുത്താടെ. നല്ലൊരു ഉഗ്ര ബൈക്ക് ഞാൻ വാങ്ങിച്ചതില്ലേ, അല്ല സ്കൂട്ടർ വാങ്ങിച്ചതില്ല. അതെ, നല്ല ഉഗ്ര ഒരു സ്കൂട്ടർ മേടിച്ചോണ്ട് വന്നു. ഓടിക്കൊണ്ടിരിക്കണ വാക്കിന് എന്നെ പൊളിഞ്ഞു വീണ് തീർന്നത്. ചേട്ടാ ഇപ്പോഴും ഞാൻ ഒരു കാര്യം പറയാം, നമുക്കൊരു കാർ അത്യാവശ്യമാണ്. ഇന്ന് വാങ്ങിച്ചോട് പൈസ ഉണ്ട്. എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ വാ അടയ്ക്കാൻ വേണ്ടി 100 ന്യായം പറഞ്ഞോളൂ. ഇതന്നെ അമ്മയും പറയുന്നു. അയ്യോ ഞാൻ ഈ വഴി വന്നുമില്ല, ഒന്നും പറഞ്ഞില്ല, ഞാൻ പോവാം. അതാണ് നല്ലത്. ജോലി 2 വണ്ടി നല്ല കണ്ടീഷൻ തന്നെ ആണല്ലോ. എന്താട്ടാ? അല്ല അത് എപ്പോഴും ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇരുന്നിരുന്നങ്ങ് തുരുമ്പെടുക്കും. അതുകൊണ്ട് പാർട്സിനൊക്കെ ഭയങ്കര വിലയാണ്. 5 മണി വന്നു കഴിഞ്ഞാൽ 10-25,000 രൂപയൊക്കെ കൊണ്ടേ പോകും. പറയും പോലെ ഇങ്ങനെ കാശുള്ള ഫാമിലി അല്ലേ, പൈസ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. പിന്നെ ഭാര്യയും ഭർത്താവും കൂടെ ലോകമൊക്കെ കറങ്ങി എന്തൊക്കെ കാണുന്ന. ഞാൻ വീൽ ചെയ്തത് കണ്ടില്ല. നീ വീലാവണ ഞാനേ കണ്ടിട്ടുള്ളൂ. എന്താ വണ്ടി എടുത്തോണ്ട് മൂടങ്ങ് പോയി. മൂട് കൊണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് പൊളിക്കാൻ കിട്ടും. കുട്ടിമാമ ഞങ്ങളെ വണ്ടി കയറ്റോ? പിന്നെ നിങ്ങളല്ല പിന്നെ ആരെ കേറ്റാ മക്കളെ? കേശു 2 വണ്ടി നന്നായിട്ട് കഴുകി വെക്കണം. ആർക്കോ വേണ്ടി ചെയ്തു വെക്കില്ല കേട്ടല്ലോ. എന്ത് വണ്ടി കഴുകടാ കേശു. അതെ അതൊക്കെ പറഞ്ഞേട്ടാ. ഓ വണ്ടിയിലെ റൈഡ് പോകാൻ വിളിക്കുമെന്ന് വിചാരിച്ചപ്പോ വണ്ടി ആ കുട്ടുവാൻ പോകുന്നല്ലോ. ഇനി കാര്യങ്ങളൊക്കെ കുറച്ച് കൊഴും. എങ്ങനെ കാര്യങ്ങൾ എങ്ങനെ കൊഴുകണം? എങ്ങനെ അവിടെ പോയി നിങ്ങൾ വിചാരിക്കും പോലെ വെറുതെ വണ്ടി ഇവിടെ കറങ്ങാൻ പറ്റൂല. ചിലവുള്ള കേസാണ്. കുട്ടിൻ്റെ വേണമെങ്കിൽ 5 പൈസ ഇല്ല. കുട്ടിമാമയില് പൈസ ഉണ്ട്. ആര് പറഞ്ഞു? അതൊക്കെ എനിക്കറിയാം. മക്കൾക്ക് തന്നെ അറിയാം. അത് വേറെ ഒന്നുമല്ല കുട്ടുമാവ. കുട്ടുമാവൻ വന്നപ്പോഴേ ഗൾഫിൽ നിന്ന് കെട്ടിടക്കിന് പൈസ ആയിട്ട് വന്നു എന്നുള്ള കാര്യം കൊച്ചിൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ടാണ്. പക്ഷെ അറബി പറ്റിച്ചേട്ട പൈസ ഉണ്ടെന്ന് വരെ ഞാൻ അടുത്ത് പറഞ്ഞിട്ടില്ല. അളിയാ ഇനി അച്ഛനും കൂടെ തിരിച്ചു കൊടുക്കുക. അവസാനം കൂട്ടത്തല്ലാവ്. അമ്മായി വണ്ടി നമ്മുടെ കയ്യിൽ ഒരു 4 ദിവസമില്ലേ, അതിനകത്ത് ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് വണ്ടിയും കൊണ്ട് കുഴിപ്പളത്ത് പോണേ. കുഴിപ്പളത്തൊക്കെ പോയി എല്ലാവരെയൊക്കെ കണ്ട് നമുക്ക് സന്തോഷത്തോടെ തിരിച്ചടിച്ചു. അങ്ങനെ ഒരു കാര്യം ചെയ്യ്, എന്തായാലും എല്ലായിടത്തും പോകണം. നെയ്യാറ്റിക്കരയിൽ പോയി, അമരളയും പോയി, പറഞ്ഞ വഴി കുഴിപ്പള്ളത്തും പോയി കറങ്ങി വാ. കൊള്ളാലോ ഐഡിയ. അതെന്താ ഐഡിയ? ഇവിടെ വണ്ടി ഓടിക്കാൻ ഗൗരിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. ലച്ചുമൊക്കെ അറിയോ? ലച്ചുവിനറിയാം. പഴയ ഒരു ടയർ കിട്ടിയാണ്, ചെറിയൊരു അടിച്ചടിച്ചു. കളിയാക്കല്ലേ അമ്മ, ഇത് പറയണ കേട്ടാ. ലച്ചുമോളി വണ്ടികളിൽ ഓടിച്ച് പഠിക്കാൻ നിൽക്കണ്ട. വേണ്ടെങ്കി വേണ്ട. ഗൗരി എന്താണ് ശ്രീ? ഒരു കാര്യം പറയണ്ട, വാ. എവിടെ എല്ലാരും കൂടെ എങ്ങോട്ട് പോണ്? റൂമിലോട്ട്. നമുക്ക് എന്തെങ്കിലും പ്ലാനൊക്കെ ഡിസ്കസ് ചെയ്തിരിക്കാം. ബാ മാമ നീ മതി. ഗൗരി മാത്രം വന്നാൽ മതി. നിങ്ങൾ പോയി